ഗുഡ് മോർണിംഗ്. എച്ച് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECO7 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് ആണ്. ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ECO7 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിലെ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കണം അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നന്നായിട്ട് ഒരുങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ മാർക്കിംഗ് സ്കീം, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും മാർക്ക് വെയിറ്റേജ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് തുടങ്ങാം. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേര്? എലമെൻറ്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? ECO7 എലമെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് BBAയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് മാക്സിമം മാർക്ക് വരുന്നത് 50 മാർക്കാണ് വരുന്നത്. ടൈം വരുന്നത് 2 മണിക്കൂറാണ് നമുക്ക് വരുന്ന സമയം. അപ്പോൾ 50 മാർക്കിൻ്റെ 2 മണിക്കൂറുള്ള പേപ്പറാണ് നമ്മുടെ ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം? നമുക്ക് കൂടുതലും 8 ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. അതിൽ നമുക്ക് എത്ര അറ്റൻഡ് ചെയ്താൽ മതി? 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസിനും തന്നിരിക്കുന്ന വെയിറ്റേജ്, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ദ ടേം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ബിസിനസ്സിലും മാനേജ്മെൻറ്റിലും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന മാർക്ക് എത്രയാണ്? 3+7. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 3 മാർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 7 മാർക്കാണ് ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, A ഉണ്ട് B ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ സാമ്പിളിംഗ് എറർ എന്താണ്, നോൺ സാമ്പിളിംഗ് എറർ എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഡിസ്പേർഷൻ? ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് വെയിറ്റേജ് വന്നിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യന് സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സിന് 6 മാർക്കും രണ്ടാമത് കൊടുത്തിട്ടുള്ള ഡിസ്പേഴ്സിന് 4 മാർക്കുമാണ് മാർക്ക് വെയിറ്റേജ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എന്താണ് ഷോർട്ട് നോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ഏത് മതി? 2 നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. റൈറ്റ് എനി 2 അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് പേഴ്സണൽ ഇൻ്റർവ്യൂയിങ്, അതിൻ്റെ മെറിറ്റ്സ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് എന്താണ്, മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സെക്കൻഡറി ഡാറ്റയുടെ ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഒബ്ജക്റ്റീവ്സ് എന്താണ് വേർതിരിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് മതി? 2 അറ്റൻഡ് ചെയ്താൽ മതി. പാറ്റേൺ വരുന്നത് 5+5. ഒരു ക്വസ്റ്റ്യൻ 5, അടുത്ത ക്വസ്റ്റ്യൻ 5, അങ്ങനെ 10 മാർക്കാണ് ഇതിൻ്റെ അസൈൻ ചെയ്തിരിക്കുന്നത്. നാലാമത്തെ നമുക്കൊരു എന്താണ് പിക്ചർ വരയ്ക്കാൻ അല്ലേ, ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അത് ടോട്ടൽ നമുക്ക് എത്ര മാർക്കിനാണ്? 10 മാർക്കിനാണ്. അറിയാലോ, ടേബിൾ വരയ്ക്കണം, അതിന് ഗ്രാഫ് വരയ്ക്കണം, ഗ്രാഫിൻ്റെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിന് 10 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? അസൈൻ ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ കാൽക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് ഇല്ല, 10 മാർക്ക് തന്നെയാണ് അതിന് അസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആറാമത്തെ എന്താണ് ജോമെട്രിക് മീൻ, എന്താണ് ഹാർമോണിക് മീൻ വിത്ത് എക്സാമ്പിൾസ് എന്നൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? അതും നമുക്ക് എത്രയാണ്? 10 മാർക്കിന് തന്നെയാണ്. ജോമെട്രിക് മീൻ എന്താണ്, ഹാർമോണിക് മീൻ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് സഹിതം വിശദമാക്കുക. അതിന് നമുക്ക് എത്ര മാർക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്? 10 മാർക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു മീനും വാരിയൻസും തമ്മിലുള്ള ഒരു പ്രോബ്ലം തന്നിട്ടുള്ള എലിമിനേഷൻ വരുമ്പോൾ എങ്ങനെയാണ് പുതിയൊരു മീൻ കണ്ടുപിടിക്കുക, പുതിയൊരു വാരിയൻസ് കണ്ടുപിടിക്കുക എന്നുള്ള പ്രോബ്ലമാണ്. അതിന് നമുക്ക് എത്ര മാർക്കാണ് തന്നിരിക്കുന്നത്? 10 മാർക്കാണ് ആ ഒരു ക്വസ്റ്റ്യന് അസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് കാൽപിയേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ചെയ്തിട്ടില്ല? സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. 10 മാർക്ക് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ടോട്ടൽ നമുക്ക് 8 ക്വസ്റ്റ്യൻ ഉണ്ട്. 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എത്ര അറ്റൻഡ് ചെയ്താൽ മതി? 5 അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് ഇതിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്? നമുക്ക് 5 20 മാർക്ക് വെച്ചിട്ട്
സോറി 5 എണ്ണത്തിൽ 10 മാർക്ക് വെച്ചിട്ടാണ് 50 മാർക്കിനാണ് നമുക്ക് എന്ത് വരുന്നത്, മാക്സിമം മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എത്ര മാർക്ക് വെയിറ്റേജ് വരുന്നതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതിന് ആൻസറുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ നമുക്കറിയാം 3+7 പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. 3 മാർക്ക് ഒരു ക്വസ്റ്റിനും 7 മാർക്ക് ഒരു ക്വസ്റ്റിനും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 6+4 6 മാർക്ക് ഒരു ക്വസ്റ്റിനും 4 മാർക്ക് ഒരു ക്വസ്റ്റിനുമാണ് തന്നിരിക്കുന്നത്. മൂന്നാമത്തേത് 5+5 മാർക്കിൻ്റെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 4 തൊട്ട് 8 വരെയുള്ളത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ 3 ടൈപ്പ് പാറ്റേൺ ഉണ്ട് അല്ലേ. ഏതൊക്കെയാ? 3+7 ഉണ്ട്, 6+4 ഉണ്ട്, 5+5 ഉണ്ട്, 10 മാർക്ക് ഉണ്ട്. അങ്ങനെ ഇതിൽ നിന്ന് 5 എണ്ണം നമുക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 50 മാർക്ക് കിട്ടി. 8 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. വളരെ എളുപ്പമല്ലേ. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് നമ്മൾ 5 എണ്ണം സെലക്ട് ചെയ്ത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്ക് 50 മാർക്കും വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പോവാം. അതായത് നമ്മുടെ അതിൻ്റെ ആൻസേഴ്സിലേക്ക് നമുക്കൊന്ന് ഡിസ്കഷനിലേക്ക് പോവാം. ആദ്യത്തെ എന്തായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഡിഫൈൻ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളതിന് 3 മാർക്ക്, അതുപോലെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് 7 മാർക്ക് അല്ലേ. അങ്ങനെ നമുക്ക് 10 മാർക്കാണ് ഇതിന് അസൈൻ ചെയ്തിരുന്നത് അല്ലേ. അപ്പം എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഒരു ഫാക്ട്, ഡാറ്റേനെ കളക്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സിലേക്ക് എത്തുമ്പോൾ അതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 3 മാർക്ക് കിട്ടി. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിലെ ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്ഷനിലാണെങ്കിലും സെയിൽസിലാണെങ്കിലും ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യാനും എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും ക്വാളിറ്റി കൺട്രോളുകൾ അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനലൈസിസ് ചെയ്യാനും റിപ്പോർട്ട് ഉണ്ടാക്കാനും എല്ലാത്തിനും എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് അതിന് ബിസിനസ് മേഖലകളിലും മാനേജ്മെൻറ്റ് മേഖലകളിലും എത്രത്തോളം അതിന് ഉപകാരമുണ്ട് എന്നുള്ളത് പറയുകയാണെങ്കിൽ അതിന് 7 മാർക്കാണ്. അപ്പോൾ 3+7 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. രണ്ടാമത്തത് സാമ്പിളിംഗ് എററും നോൺ സാമ്പിളിംഗ് എററും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എയും ഉണ്ട് ബിയും ഉണ്ട്. എ എന്ന ക്വസ്റ്റ്യന് 6 മാർക്കാണ് പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡിസ്പേർഷൻ, എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ 4 മാർക്ക്. അപ്പോൾ 6+4 10 ആണ് ഇതിൻ്റെ ടോട്ടൽ മാർക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സാമ്പിളിംഗ്, എന്താണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ഷൻ ചെയ്യുമ്പോഴോ അതിൻ്റെ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സാമ്പിളിംഗ് എറർ എന്ന് വിളിക്കും. എന്നാൽ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാമ്പിളിങ്ങിൻ്റെ പ്രൊസീജിയറിൽ പെടാത്ത തരത്തിലുള്ള എന്തെങ്കിലും എറേഴ്സ് ആണെങ്കിൽ മാനുഫാക്ചറിംഗ് എഡിറ്റിങ്ങിലോ ക്ലാസിഫൈ ചെയ്യുന്നില്ലോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സ് ആണ് വരുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് വിളിക്കാം അല്ലേ. ഇവിടെ സാമ്പിൾ സൈസ് കൂടുന്തോറും സാമ്പിളിംഗ് എറേഴ്സ് എന്താവും? നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇവിടെ സാമ്പിൾ സൈസ് കൂട്ടിയാലോ കുറച്ചാലോ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല? നോൺ സാമ്പിളിംഗ് എറേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ സാമ്പിളിംഗ് എറർ എന്താണ്, നോൺ സാമ്പിളിംഗ് എറർ എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് 6 മാർക്ക് അല്ലേ. ഇനി അടുത്ത എന്താണ് ഡിസ്പേർഷൻ? എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? മെഷർ ഓഫ് സ്പ്രെഡിങ് അല്ലെങ്കിൽ മെഷർ ഓഫ് വേരിയേഷൻ, എത്രത്തോളം സ്പ്രെഡായി കിടക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം വേരിയേഷൻസ് ഒരു ഡാറ്റയ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് പഠിച്ചിരുന്നത്? ഡിസ്പേർഷൻ. നമ്മൾ ആ ക്ലാസ് ഒന്ന് എടുത്ത് പഠിക്കുക. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ള ചാപ്റ്ററിൽ കൃത്യമായിട്ട് അത് എന്താണ്, അതിൻ്റെ ടൂൾ എന്താണ്, അതിൻ്റെ ടെക്നിക്ക് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്പ്രെഡോ അല്ലെങ്കിൽ വേരിയേഷനോ ചെക്ക് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. അടുത്തത് എന്താണ്? 3 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അതിൽ 2 എണ്ണം എഴുതിയാൽ മതി. എന്താണ് പേഴ്സണൽ ഇൻ്റർവ്യൂയിങ് ആൻഡ് ഡാറ്റ കളക്ഷൻ്റെ മെറിറ്റ്സ് എന്താണ്? രണ്ടാമത് അതിൻ്റെ സെക്കൻഡറി ഡാറ്റയുടെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫൈങ് ഡാറ്റ? ഡാറ്റ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? 5+5 ആണ്, 10 മാർക്ക് കിട്ടി. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 2 ക്വസ്റ്റ്യൻ. ആദ്യത്തെ മെറിറ്റ്സ് എന്താണെന്നുള്ളതും രണ്ടാമത്തെ അതിൻ്റെ
ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അതിലെന്താണ് 5 മാർക്ക് വെച്ചിട്ട് രണ്ടിനും കിട്ടും. അപ്പോൾ എന്താണ് അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ, പേഴ്സണലി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്ത് അത് മെഷർ ചെയ്ത് അതിൻ്റെ എറേഴ്സ് നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യുക. പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് എന്താണ് സെക്കൻഡറി ഡാറ്റയുടെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് അല്ലേ. ചില കേസിൽ ചില ഒബ്ജക്റ്റീവ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡറി ഡാറ്റ പറ്റില്ല. അവിടെ എന്ത് വേണ്ടി വരും, പ്രൈമറി ഡാറ്റ തന്നെ വേണ്ടി വരും. അതുപോലെ തന്നെ ഡാറ്റ ചിലപ്പോൾ ഇപ്പോഴത്തെ ഡാറ്റയാണ്, കറണ്ട് ഡാറ്റ ആവണമെന്നില്ല, ഔട്ട്ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആവാം. ഒരുപാട് പ്രശ്നങ്ങൾ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ വേറൊരു പേഴ്സൺ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ അല്ലേ. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മുടെ പർപ്പസിനോ ചിലപ്പോൾ അത് എന്താവില്ല, സ്യൂട്ട് ആവില്ല. അപ്പോൾ എന്തൊക്കെയാണ് സെക്കൻഡറി ഡാറ്റയുമായി ബന്ധപ്പെട്ട എറേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്, നമുക്ക് കൃത്യമായിട്ട് എന്തിലാണ് വരുന്നത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും റിസൾട്ട് പെട്ടെന്ന് കിട്ടാനും ഏറ്റവും കൂടുതൽ നന്നായിട്ട് എന്ത് സാധിക്കും, ക്ലാസിഫിക്കേഷന് സാധിക്കും. അതും ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന യൂണിറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക, പഠിക്കുക. ഓക്കെ. നാലാമത്തത് നമുക്ക് ഹിസ്റ്റോഗ്രാം എങ്ങനെ വരയ്ക്കാം, എങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കേണ്ടത്, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡാറ്റയൊക്കെ തന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിലെ 10, 20, 30 എന്ന് വരയ്ക്കുക അല്ലേ. ഇത് വൈ, ഇത് എക്സ്. ഇവിടെ എന്താണ് 0, 10, 20, 30, 40, 50, 60. ഓക്കെ. ഇവിടെ ഫ്രീക്വൻസി ആണ് വൈ ആക്സിസിൽ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. 5ൻ്റെ 10, 20, 30, 40, 50 ഇങ്ങനെയായിട്ട് ഇവിടെ കാണിക്കുന്നത് ഫ്രീക്വൻസിയും ഇവിടെ കാണിക്കുന്നത് എന്താണ്, ക്ലാസ് ഇൻ്റർവെല്ലും ആണ് കാണിക്കുക. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും മിഡ് പോയിൻ്റ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇപ്പോൾ 10 to 20ൻ്റെ മിഡ് പോയിൻ്റ് എന്താണ് 15 ഇങ്ങനെ അല്ലേ. മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം പറഞ്ഞിട്ട് എന്താണ്, റെക്റ്റാങ്കിൾസ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഓരോന്നിനും വരയ്ക്കണം. അതായത് 10, 20 വരുന്ന ഫ്രീക്വൻസി എത്രയാണ്, 12 അല്ലേ. അപ്പോൾ 10, 20 ആണ്. 10, 20 ക്ലാസ് ഇൻ്റർവെൽ വരുന്ന ഫ്രീക്വൻസി 12. ഓക്കെ. അടുത്തത് 20, 30. 20, 30ൻ്റെ വരുന്നത് ഫ്രീക്വൻസി 30. അപ്പോൾ 20, 30ൻ്റെ വരുന്നത് 30 ആണ് ഫ്രീക്വൻസി. അപ്പോൾ 30. അടുത്തത് 30, 40ൻ്റെ 35. ഞാൻ അടയാളപ്പെടുത്തി, മുഴുവൻ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളിത് മനസ്സിലാക്കാനായിട്ട്. എന്നിട്ട് എന്താ അവർ പറയണേ, ഇതിൻ്റെ മിഡ് പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലോട്ട് ചെയ്യണം കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട്. മിഡ് പോയിന്റ് പറഞ്ഞാൽ ഇവിടെ ഇപ്പുറത്ത്. അപ്പോൾ ഈ മിഡ് പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ഫ്രീക്വൻസി പോളിഗൺ അത് എന്താ വരയ്ക്കുമ്പോൾ എന്താ പ്രത്യേകത എന്താ, 5ലേക്കും ഇവിടം തൊട്ട് കണക്ട് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ലാസ്റ്റ് 85 വരെ ഉള്ള ഫ്രീക്വൻസി പോളിഗനായിട്ട് വരയ്ക്കണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹിസ്റ്റോഗ്രാം വരയ്ക്കുക മാത്രമല്ല അവർ എന്തുകൂടി പറഞ്ഞിട്ടുണ്ട്, അതിൽ ഫ്രീക്വൻസി പോളിഗനും കൂടി. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ മാത്രം വരച്ചാൽ മതി. അതിൽ ഫ്രീക്വൻസി പോളിഗൻ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് കണക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കർവ് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ആ കർവ് എന്തായിരിക്കണം, കണക്ട് ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഡാറ്റയിൽ പറയുന്നത്, ഹിസ്റ്റോഗ്രാമിൽ പറയുന്നത്. ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5 മീഡിയൻ. അപ്പോൾ ഇത് ഏത് ക്ലാസ് ഇൻ്റർവെല്ലാണ്, കണ്ടിന്യൂസ് ക്ലാസ് അല്ലേ. 0 to 10, 10 to 20 അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, കണ്ടിന്യൂസ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അതിൻ്റെ ഫോർമുല എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, L1 + n/2 - CF by അല്ലേ, C/F × I അല്ലേ. n/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുത്തിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതിന് C എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മീഡിയം ക്ലാസ്സിന് തൊട്ട് മുന്നത്തെ
ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണോ അത്. മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ്, അതുപോലെ തന്നെ ഐ എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ അല്ലേ. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഫ്രീക്വൻസി ചെയ്തിട്ടുണ്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യത്തെ 10, പിന്നെ 10 + 15 25, 25 30, 55 55 25 80, അങ്ങനെയാണ് CF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? 125 അല്ലേ. അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 62.5 ആണ് നമുക്ക് എന്ത് വരിക? n/2 വരിക. അപ്പോൾ നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ സെലക്ട് ചെയ്യണം അല്ലേ. ക്ലാസ് ഇൻ്റർവെൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ 55 കഴിഞ്ഞ് 80ൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് വരുന്നത്? 62.5. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസ് ഇൻ്റർവെൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 55 തൊട്ടിട്ട് 80 വരെയുള്ള ക്ലാസ് ഇൻ്റർവെൽ വരുന്നത് എവിടെയാണ്? 20 30 ആണ്. നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് L1 എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ അടുത്ത് എന്താ പറഞ്ഞത്? n/2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 62.5. പിന്നെന്താ പറഞ്ഞത്? സി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബിഫോർ മീഡിയം ക്ലാസ്. ഇതിന് നേരെ മുന്നിലത്തെ തൊട്ട് മുമ്പിലത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 25. ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിൻ്റെ നേരെയുള്ള ഏതാണോ ഫ്രീക്വൻസി, അതായത് 30. ഐ എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ, അതായത് 0-10 തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അത് എത്രയാ? 10 ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയെല്ലാം അപ്ലൈ ചെയ്യണം. 20 + 62.5 - 25/30 × 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മീഡിയൻ കിട്ടി. അപ്പോൾ നമുക്ക് 10 മാർക്കും കിട്ടി. ഈ ആൻസറിലേക്ക് എത്താനായിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കണം കേട്ടോ. അടുത്തത് ജോമെട്രിക് മീൻ എന്താണ്? ഹാർമോണിക് മീൻ എന്താണ്? എക്സാമ്പിൾ സഹിതം വിശദമാക്കുക. എന്താണ് ജോമെട്രിക് മീൻ? എന്താണ് ഹാർമോണിക് മീൻ? വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ? എന്താണ് അതിൻ്റെ ഫോർമുല? വിത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെയും നമുക്ക് 5 മാർക്ക് കിട്ടി. അടുത്ത HM എന്താ? ഹാർമോണിക് മീൻ എന്താണ്? അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 മാർക്ക് കിട്ടി. പിന്നെ അത് എവിടെയാണ് അപ്ലിക്കേഷൻ ചെയ്യുന്നത്, എവിടെയാണ് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ പറയുക. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 10 മാർക്ക് കിട്ടി. എന്താണ് ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം nth റൂട്ട് ഓഫ് സിഗ്മ x1 x2 x3 അല്ലെ xn വരെയുള്ള nth റൂട്ടിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് റൂട്ട് എടുത്തിട്ടുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. nth റൂട്ട് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ഓൾ ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജോമെട്രിക് മീൻ എന്ന് വിളിക്കുക. ഇത് എക്സ്ട്രീം വാല്യൂസിനെ എന്ത് ചെയ്യുന്നില്ല, അരിതമെറ്റിക് മീനിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം വാല്യൂസിനെ നമ്മളിത് ഏത് അഫക്റ്റ് ചെയ്യുന്നില്ല? ജോമെട്രിക് മീൻ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് എവിടെയാണ് ഉപയോഗിക്കുക? റേഷ്യോ, റേറ്റ്, പെർസെൻറ്റേജസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുക. 0 അല്ലെങ്കിൽ നെഗറ്റീവോ ഏതെങ്കിലും വാല്യൂ വരികയാണെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ എന്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ജോമെട്രിക് മീൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. കമ്പനിയുടെ പ്രോഫിറ്റ് 10%, 20%, 15% ഓവർ 3 years എന്നൊക്കെ പറയുമ്പോൾ അത് ഏതിൻ്റെ എക്സാമ്പിളാണ്? ജോമെട്രിക് മീനിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാലോ റെസിപ്രോക്കൽ ഓഫ് അരിതമെറ്റിക് ഓഫ് റെസിപ്രോക്കൽ. അരിതമെറ്റിക് മീനിൻ്റെ നേരെ ഉൾട്ട ഫോർമുലയാണ്. അതായത് കണ്ടോ, n/1/x1 തൊട്ടിട്ട് xn വരെയുള്ളതാണ് നമ്മുടെ എന്ത് പറയുന്നത്? ഹാർമോണിക് മീൻ. ഇവിടെ എക്സ്ട്രീം വാല്യൂസ് അരിതമെറ്റിക് മീനിനെ പോലെ തന്നെ എക്സ്ട്രീം വാല്യൂസിന് എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനും ടൈം ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും മെഷർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഏതാണ് ഉപയോഗിക്കുക? ഹാർമോണിക് മീനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഡിസ്റ്റൻറ്റ്, സ്പീഡ്, അങ്ങനെയുള്ള കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ ഏത് അപ്ലൈ ചെയ്യുക? ഹാർമോണിക് മീന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും നമ്മൾ നോക്കണം. ഏത് ഭാഗത്താണ് വരുന്നതെന്നുള്ള യൂണിറ്റ് എടുത്തിട്ട് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഒരു പ്രോബ്ലം ആണ്. നമുക്ക് എന്താണ് വേരിയൻസ് തന്നിട്ടുണ്ട്, മീനും തന്നിട്ടുണ്ട് അല്ലേ? 17 33 പഴയ മീനും വേരിയേഷനും തന്നിട്ടുണ്ട്. അതിൽ 26ാമത്തെ ഐറ്റം എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഒബ്സർവേഷൻ ഇന്നാക്യുറേറ്റ് ആയതുകൊണ്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡാറ്റയിൽ മീനിൽ വരുന്ന വ്യത്യാസം എന്താണ്? അപ്പോൾ അതായത് ന്യൂ മീനും ന്യൂ വാരിയൻസും കണ്ടുപിടിക്കണം. അതാണ് ഇതിൽ പറയുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇപ്പോഴത്തെ മീനും സമോസ്ക്വയർ എന്താണ്, അതിൻ്റെ വാരിയൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അതിൽ നിന്ന് നമ്മൾ ആ 26 എന്ന് പറഞ്ഞ ഒബ്സർവേഷൻ കുറച്ചിട്ടാണ് പുതിയൊരു മീൻ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നോക്കാം? നമുക്കൊന്ന് നോക്കൂ. ആദ്യം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അതായത് നമുക്ക് കണ്ടുപിടിക്കുന്ന 170, അതുപോലെ സമോസ്ക്വയർ വാരിയേഷൻസിൻ്റെ ഇത് കണ്ടുപിടിച്ചു 3220. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 26 എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. അതുപോലെ ഇവിടെയും വാരിയൻസിൽ നിന്നും മൈനസ് ചെയ്തു. എന്നിട്ട് പുതിയ ഒബ്സർവേഷൻ എത്രയാണ്?
നമ്പർ എത്രയാണ്? അപ്പോൾ 10ൽ നിന്ന് 1 കുറഞ്ഞാൽ അപ്പോൾ 9 ആയി അല്ലേ? നമ്പർ ഓഫ് ഒബ്സർവേഷൻ 9 ആയി. പുതിയ മീൻ കണ്ടുപിടിക്കണം. 144 നമുക്ക് കണ്ടുപിടിച്ച 144 ഡിവൈഡഡ് ബൈ 9. അതേപോലെ തന്നെ ഇവിടെയും 256 നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മീനിൻ്റെ പുതിയ മീൻ എന്താണ്, പുതിയ വേരിയേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് 26 മൈനസ് ചെയ്ത് ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ നമ്പർ മൈനസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പുതിയ ഫ്രഷ് ആയിട്ടുള്ള അരിതമെറ്റിക് മീനും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വാരിയൻസും കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, അപ്പം വർക്കൗട്ട് ചെയ്യുക, എന്നാലേ നമുക്കത് ക്ലിയർ ആവാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ്? കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് അല്ലെങ്കിൽ എൻ എന്ന്, സിഗ്മ എഫിന് പകരം എൻ എന്ന് യൂസ് ചെയ്യാം. അതിനുശേഷം മോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എൽ പ്ലസ് F1 മൈനസ് F0 മൈനസ് അല്ലേ ഡിവൈഡ് ബൈ 2F1 മൈനസ് F0 F മൈനസ് F2 ഇൻറ്റു ഐ. ഫോർമുലയൊക്കെ നന്നായിട്ട് പഠിക്കുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് വേണം നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ? കാൽപ്പിയേഷൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസിൻ്റെ ഫോർമുല കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് നോക്കി നോക്കൂ, ഇത് തന്നിട്ടുണ്ട്, മിഡ് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രീക്വൻസി നമ്മൾ എഴുതി, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മിഡ് പോയിന്റും ഇതും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എഫ് എക്സ്. ഇതെന്താണ്? ഫ്രീക്വൻസിയുടെ കൂടെ എക്സ് മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ ചെയ്താൽ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് ബാർ എത്രയാണെന്ന് കണ്ടുപിടിച്ച് 85.8 അല്ലേ, 85.8. അപ്പോൾ ഈ എക്സിൽ നിന്ന് നമുക്ക് എക്സ് ബാർ മൈനസ് ചെയ്തതിൻ്റെ സ്ക്വയറിനെ എഫ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് എന്ത്? എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ കിട്ടുക. അപ്പോൾ അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ഫോർമുല എന്താണ്? മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ എന്താണ്? മീനും കാണണം, മോഡും കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം. ഇത് മൂന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? കാൽക്കുലേഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മീൻ കണ്ടുപിടിച്ചു. എത്രയാണ്? 12870 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് 150. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 85.8 എന്നുള്ള ആൻസർ കിട്ടി. അതിനുശേഷം മോഡ് കണ്ടുപിടിച്ചു. മോഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 85.8 എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് കാണണം? ഈ 85ൻ്റെയും 95ൻ്റെയും ഇടയിലാണ് എന്ത് വരിക? ക്ലാസ് വരിക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇൻ്റർവെല്ലിൽ 90 ആയിരുന്നു. അപ്പോൾ 90ൽ നമ്മൾ ഫോർമുല വെച്ച് എൽ എന്ന് പറഞ്ഞാൽ ലോവർ ക്ലാസ് 90 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ അതിന് നേരെയുള്ള ഫ്രീക്വൻസി എത്രയാണ്? എഫ് 40. അതിന് തൊട്ട് മുമ്പിലത്തെ ഡാറ്റ 30. അതുപോലെ തന്നെ 2 × 40 മൈനസ് 30 അല്ലേ? ഇത്രയും ചെയ്തിട്ട് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എത്ര? രണ്ടും തമ്മിലെ വ്യത്യാസം 50 നും 60 തമ്മിലെ വ്യത്യാസം ആയി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് മോഡ് എത്ര കിട്ടി? 95 എന്നുള്ള ആൻസർ കിട്ടി. ഇനി അതിന് ശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ സംഭവം നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 16,325. അതിൽ നിന്ന് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് 150 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടി. അപ്പോൾ 10.43 ആണ് നമ്മുടെ എന്ത് കിട്ടിയേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്യണം. മീൻ മൈനസ് മോഡ് 85.8 മൈനസ് 95 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് എന്ത് കിട്ടി? 0.882 അല്ലേ? ഇവിടെ കിട്ടിയിരിക്കുന്ന ഫിഗർ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് സ്ക്യൂനസ് എന്നാണ് പറയുക. സ്ക്യൂനസ് ഇവിടെ എന്തല്ല? പോസിറ്റീവ് അല്ല, നെഗറ്റീവ് സ്ക്യൂനസ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് സ്ക്യൂനസ് അല്ല, നെഗറ്റീവ് സ്ക്യൂനസ് ആണ്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്, അതിനനുസരിച്ച് മാർക്കും ഉണ്ട് അല്ലേ? അപ്പോൾ മീൻ കാണണം, മോഡ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, എന്നിട്ട് വേണം നമുക്ക് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ECO7 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ എന്താണ് മാർക്ക് സ്കീം, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും മാർക്ക് വെയിറ്റേജ് വരുന്നത്, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ, കാൽക്കുലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ്, അങ്ങനെ എല്ലാ ഫോർമുലയും നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അപ്പോൾ ഒരു ഭാഗവും നമുക്ക് എന്ത് ചെയ്യണ്ട, സ്കിപ്പ് ചെയ്യരുത്. നല്ലവണ്ണം എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ വായിച്ചു പോകണം, പഠിക്കണം. പ്രാക്ടിക്കൽ ആയതുകൊണ്ട് തന്നെ, പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം 3-4 ക്വസ്റ്റ്യൻ നമുക്ക് പ്രോബ്ലമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് തന്നെയാണ് കണ്ടതും. അപ്പോൾ അതെന്ത് ചെയ്യണം, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നല്ലൊരു റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ റിവിഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നന്നായിട്ട് എക്സാം എഴുതി നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.